ഹായ് ഗായ്സ്, വെൽക്കം ടു സോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ഇന്ന് ഇന്നോഗ്രേറ്റ് ചെയ്യാണ്. ഞങ്ങൾ സ്വന്തം എൻ്റെ മാമനാണ്, മിട്ടുക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പം മിട്ടുക്ക തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് അത്. മിട്ടുക്ക ഭയങ്കര ആഗ്രഹമായിരുന്നു, ഭയങ്കര ഡ്രീം കണക്കായിരുന്നു മിട്ടുക്ക തന്നെ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണം, അത് മിട്ടുക്കയുടെ സ്ഥലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം മിട്ടുക്കയുടെ ഫസ്റ്റ് ഹോസ്പിറ്റലാണ് ഇത്. എനിക്ക് കുറേ ഹോസ്പിറ്റൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോരോ സ്ഥലത്ത്. അപ്പം ഇന്ന് അതിൻ്റെ ഇനോഗ്രേഷൻ ആണ്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകണം. അപ്പം എല്ലാവർക്കും ഇന്ന് ഭയങ്കര സന്തോഷമാണ്. മിട്ടുക്കയുടെ ഫസ്റ്റ് ഹോസ്പിറ്റൽ മിട്ടുക്ക ഇനോഗ്രേറ്റ് ചെയ്യുന്നതും എല്ലാവരും കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ജാസ് മെഡിക്കൽ സെന്റർ എന്ന പേരുണ്ട്. ഇവിടെ ഈ സ്ഥാപനം എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതില് നമുക്ക് പേര് പറയുമ്പോ നമുക്ക് ആർക്കും പറ്റും. പക്ഷേ നമ്മുടെ വിക്ടോറിയയുടെ സിനിമയിലെ കഥാനായിക നായികയുടെ അമ്മാവിയായിട്ട് അഭിനയിച്ച ഇവര് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രതികൂല കാലാവസ്ഥയിൽ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ഈ നമ്മുടെ ഈ സ്ഥാപനത്തിനോടുള്ള ആദരം അല്ലെങ്കിൽ സഹകരണം ഇത്രയും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന് ഇതിങ്ങനെ ഒരു അത്യാവശ്യം ഒരു വലിയ വിജയമാക്കി തീരാൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇതിന്റെ ഉദ്ഘാടനം ചടങ്ങ് നടത്തുന്നതിന് മുമ്പ് മാഡത്തിന് എല്ലാവർക്കും അറിയാം. സിനിമ കാണാത്ത പോലും ഈ ഒരു സിനിമ ഞങ്ങളുടെ നാട്ടുകാരന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ട് മാഡത്തിന് എല്ലാവർക്കും പരിചയമാണ് ഇവിടെ. അതുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മാഡത്തെ ക്ഷണിച്ചോളൂ. ആദ്യമായി നാഷിദിനാണ് എന്റെ സ്നേഹം അറിയിക്കുന്നത്. ഇവിടെ ഇത്രയും പേര് പ്രതികൂല കാലാവസ്ഥയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, വർഷത്തിനും എല്ലാവർക്കും കുടുംബത്തിനും എന്റെ സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിൽ വർഷത്തിൽ തുടങ്ങിയ ഈ സംരംഭത്തിന് എന്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും തരുന്നു. ഒപ്പം നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും ഉണ്ടാകണം. ദൂരെ എങ്ങും ഓടിപ്പോകാതെ ഏത് രാത്രിയായാലും പകലായാലും പെട്ടെന്ന് എത്താവുന്ന ഒരു സംരംഭം. ഈ സംരംഭത്തിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഒന്നുകൂടെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാകണം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഔദ്യോഗികമായി ഈ ഉദ്ഘാടനം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കുന്നു.
ഞാൻ ഇതിന്റെ ഡയലോഗ് പറയാൻ പോവാ സിനിമയുടെ. അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ. നീ മിണ്ടായിരിക്ക അവിടെ. എന്റെ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ കിടക്കാനോ? അനി നീ കേക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം തെറിച്ച് വീണത് അങ്ങ് ഗീതയുടെ പറമ്പിലാ. അവിടുന്ന് ആ പറക്കി എടുത്തോണ്ട് വന്നത്. ഈ ചെറുക്കം കിഴങ്ങനായി പോയണ്ടല്ലേ എവിടെ എടുത്തിട്ട് തട്ടുന്നത്. വേറെ വല്ലടെ വന്ന് ഇതൊക്കെ നടക്കുവോ? എന്റെ കിച്ചുണ്ണി ആദ്യം പ്രിപ്പയർ ചെയ്ത ഡയലോഗാണിത്. ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കാൻ വന്നപ്പം കിച്ചുണ്ണിയും ഫൈസലൂടാണ് എന്നെ ഇത് പ്രിപ്പയർ ചെയ്തത്. അത് മോശമായി പോയില്ല. പിന്നെ 18 സിനിമ ചെയ്തു, തമിഴ് ചെയ്തു, ഇപ്പൊ തുരുതുരാന്ന് സിനിമ വന്നോണ്ടിരിക്കുന്നു. അതാണ് തുടക്കം, മറക്കാൻ പറ്റത്തില്ല. ഇതാണ് മിട്ടുകാട് ക്ലിനിക്ക്. പള്ളിക്കലാണ് വരുന്നത്. ജാസ്മിൻ മിട്ടുകാട കുറെ നാളത്തെ ഇവിടുത്തെ കൊച്ചുപിള്ളേരുണ്ട്. സോ നിങ്ങൾക്ക് നോയ്സ് വരുന്നതെന്ന് അറിഞ്ഞൂടാ. മിട്ടുകാട കുറെ നാളത്തെ ഡ്രീമാണ് ഇതൊരു ഇങ്ങനത്തെ ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന്. MBBS പഠിച്ച ടൈം തൊട്ട് ഭയങ്കര ഡ്രീമായിരുന്നു. ഇക്കാക്ക് തന്നെ ഒരു ഹോസ്പിറ്റല് ഇതാക്കണമെന്ന്. അറ്റ്ലാസ്റ്റ് അത് നടന്നിരിക്കുന്നു. യു ഓൾ ആർ സോ ഹാപ്പി. അപ്പം നല്ല രസമുണ്ട് ക്ലിനിക്ക് കാണാൻ തന്നെ. ഒരു ഇതുണ്ട് നമുക്ക് എങ്ങനെയോ. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രൗഡാണ് മിട്ടുക ഇതായതുകൊണ്ട്. ഞങ്ങൾ ഇനി ഹോസ്പിറ്റലെല്ലാം നിങ്ങൾക്ക് ക്ലിനിക്കെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡോക്ടർ. ഇത്ര പേര് പറ. ഞാൻ ഗൈസ് നമുക്ക് മിട്ടുക്കടുത്ത് ചോദിക്കാം. ഈ കണ്ടോ ഗൈസ്, എന്നും വരാം. സോ ഗൈസ് ഇതാണ് മിട്ടുക. ഒരുപാട് ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ പേരാണ് ജാസ് മെഡിക്കൽസ്. പള്ളിക്കലാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത്. സോ പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങിയില്ലേ, ഇക്ക തന്നെ ഓണായിട്ട് വലിയ ഇതെടുത്തതല്ലേ. അപ്പൊ അതിന്റെ ഫീലിങ്സ് എന്താണ്? പുതിയതായിട്ടൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണ്. പർപ്പസ്, നമ്മുടെ ഒരു ലൈഫിൽ ഒരു പർപ്പസിനും ഒരു പാഷനും എല്ലാത്തിനും കൂടെ ലൈഫിൽ ഇനി മുന്നോട്ട് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ട ഒരു തീരുമാനത്തിലേക്കാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം നല്ലതായിട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു. എന്താ പറയാ, ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 100% അതിനുവേണ്ടി ഇതിനൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് കാണുന്നത് ഫാമിലിയിലെല്ലാവരും.
എല്ലാവരുടെയും എൻ്റെ മാത്രം പ്രയത്നമല്ല, എല്ലാവരുടെയും, ഇപ്പം നിന്റെ ഉൾപ്പെടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും എല്ലാവരുടെയും എഫേർട്സ് ഉണ്ട് ഇതിൽ ഓരോ മേഖലയിലാണെങ്കിലും. ഐ ആം ഗ്രേറ്റ്ഫുൾ. ഈ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഫ്രീ ട്രീറ്റ്മെന്റ്. ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഫ്രീ ട്രീറ്റ്മെന്റ്, തലയ്ക്കാസുള്ളവർക്ക് ഫ്രീ ട്രീറ്റ്മെന്റ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇതാണ് എളാപ്പം മിട്ടുക്കാട് പാപ്പാണ്. സോ മിട്ടുക ഇത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ്, ഒരു മെഡിക്കൽ സെന്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എളാപ്പാക്ക് എന്താണ് പറയുന്നത്? ഒരുപാട് പറയാനുണ്ട്. പറയൂ. ആദ്യമായിട്ട് ഈ അവന് ഡോക്ടർ ആകണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ താല്പര്യമാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ പഠിക്കാമെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഈ കേരളത്തിലെ എൻട്രൻസ് എക്സാം എഴുതിയൊന്നും പാസ്സായി ഒരു അഡ്മിഷൻ വാങ്ങിക്കാനുള്ള സമയം അവനില്ലായിരുന്നു. ഈ ഈ പഠിത്തം, ട്യൂഷൻ, വീട്, ട്യൂഷൻ, പഠിത്തം, ഈ സൈസ് രീതിയിലൊന്നുമുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ല ഞാൻ അവന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതും കൊടുത്തതും. എല്ലാ മേഖലയിലും അവന് ഇഷ്ടമുള്ള എല്ലാ മേഖലയിലും എല്ലാത്തിലും അവൻ ഇതിട്ടുണ്ട്. ഒന്ന് 9ാമത്തെ വയസ്സിൽ തന്നെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമായിരുന്നു. നല്ല ഒരു സ്വിമ്മിങ്. അതുപോലെ നല്ല ഒരു തബലിസ്റ്റാണ്. D4 ഡാൻസ് അമൃതയുടെ പ്രോഗ്രാമിൽ, അന്ന് ആദ്യത്തെ പ്രോഗ്രാമിൽ 4 റൗണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആം റെസ്ലിംഗിൽ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഗാട്ര ഗുസ്തിക്ക് അവൻ വെറും 3 ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് 3ാം സ്ഥാനം ജില്ലയിൽ വന്നിട്ടുണ്ട്. പിന്നെ ജിംനാസ്റ്റിക്സിൽ ജില്ലാ ടീമിൽ അംഗമായിരുന്നു. വോളിബോളിൽ ഞങ്ങളുടെ നാട്ടിലെ പള്ളിക്കൽ ജാസ് വോളിബോൾ ടീമിൻ്റെ ലീഡിങ് പ്ലെയർ ആയിരുന്നു. ഒരു 18 വയസ്സായപ്പോൾ ലീഡിങ് പ്ലെയറായി മാറി. പിന്നെ എല്ലാ ഫോംസിലുള്ള ഡാൻസും, ക്ലാസിക്കൽ, കോണ്ടംപററി, ബ്രേക്ക് എന്ന് പറയുന്ന എല്ലാ ഡാൻസും അവനറിയാം. അപ്പോൾ ഇതെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ കൊണ്ട് നടന്ന്, ട്യൂഷൻ എടുത്ത് കൊണ്ട് നടന്ന്, മാതാപിതാക്കളോടൊപ്പം ഉള്ള കുട്ടികളെടുത്ത് മത്സരിച്ച് ഒരു അഡ്മിഷൻ വാങ്ങിക്കുക എളുപ്പമല്ല. ഞാൻ എന്ത് ചെയ്തു, അവന് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ വിദേശത്ത് അയച്ചു പഠിപ്പിച്ചു. ഫിലിപ്പൈൻസിൽ അയച്ചു, പഠിച്ചു, വന്നു. എനിക്കിഷ്ടമല്ലെങ്കിൽ കൂടി ഞാൻ വിദേശത്ത് അയക്കേണ്ടി വന്നത് ഞാൻ നിർബന്ധിതനായതാണ്. വന്നു, പഠിച്ചു, ഇവിടെ ടെസ്റ്റ് എഴുതി പാസ്സായി. ഇവിടെ തന്നെ പല ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ ഇടാമെന്ന് മനസ്സിൽ അവനൊരാഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു. ഇത് വെറും ഒരു ധനസമ്പാദന മാർഗം ആയിട്ട് മാത്രം ഇതിനെ കാണുന്നില്ല. എല്ലാ വിധത്തിലും ഉള്ള സാധാരണക്കാർക്ക് എല്ലാ മാക്സിമം സഹായം കൂടി നൽകുന്ന ഒരു സംരംഭമായിട്ട് ഇതിനെ മാറ്റണം. വരുന്ന രോഗികൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായി എല്ലാ സഹായവും ഹോസ്പിറ്റലിൽ നിന്നുണ്ടാവും. അതുപോലെ ഇവിടെ വരുന്ന ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന പേഷ്യൻസിനെ അൺഅറ്റൻഡ് ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല. അവരുടെ കൂടെ പോയി ഹോസ്പിറ്റലിൽ, അടുത്ത നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ, വലിയ ചികിത്സാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ ഡോക്ടർ സഹിതം കൂടെ അനുഗമിക്കുന്നതായിരിക്കും. അതുപോലെ ഈ പണ്ട് ഞങ്ങളൊക്കെ വിദേശത്തായിരുന്നപ്പോൾ വിദേശ മലയാളികളൊക്കെ ഒരുപാട് ഈ ചികിത്സിക്കാൻ വേണ്ടി കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് നമ്മളെല്ലാം. കാരണം അത്രയ്ക്ക് ചാർജും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി അതിനോടുള്ള ഒരു ആദര സൂചകമായി ഇവിടെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ മാക്സിമം ഇളവ് നമ്മൾ കൊടുക്കും. പിന്നെ ഈ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കിടപ്പ് രോഗികളായി കിടന്ന് കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവർ വിളിച്ചാൽ ഏത് സമയത്തും അവരുടെ വീട്ടിലെത്തി നമ്മൾ ചികിത്സ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആതുര സേവനവും കൂടിയാണ് നമ്മൾ മുൻനിർത്തി ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുക എന്ന് ഉള്ളതാണ് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. അപ്പം കുട്ടികൾ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ബിൽഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അത് ഹോസ്പിറ്റല്
നിങ്ങൾ എല്ലാരും കൂടെ ഹാർഡ് വർക്ക് ആ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഞങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാക്സിമം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റൽ പണിയണമെന്ന്. ഇവിടെ നമുക്ക് എല്ലാ മേഖലയിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമുണ്ട്. 24 മണിക്കൂറും സേവനം നൽകാനായിട്ടുള്ള ഡോക്ടേഴ്സുണ്ട്. എന്ന് പറയേണ്ട ഏത് വിധേനയും നല്ല കുറഞ്ഞ ചെലവിൽ നല്ല ചികിത്സ, അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. പിന്നെ രോഗത്തിന് ചികിത്സ, അതാണ്. അതായത് രോഗം ഭേദമാകാൻ മാത്രം മരുന്ന്, അതാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. അതിലൂന്നിക്കൊണ്ടായിരിക്കും ആശുപത്രി പ്രവർത്തിക്കുന്നത്. എളാപ്പാടെ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റല് ഇതായില്ലേ? എളാപ്പ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ ഹോസ്പിറ്റലായപ്പോ എളാപ്പക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും? സന്തോഷമാണ്? വളരെ സന്തോഷമാണ്. കാരണം ഡോക്ടർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയവരെന്നാണ് സാധാരണക്കാരുടെ സങ്കല്പം. നമ്മൾ ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ പറ്റി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ ആളുകളുടെ ഏറ്റവും വലിയ അത്താണി ആരാണ്? നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് ഇങ്ങനെ ദുഃഖിച്ച് വെളിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോക്ടർ ഇറങ്ങി വരുമ്പോഴായിരിക്കും ആകാംക്ഷയോടുകൂടി. കാരണം നമ്മുടെ ബന്ധുക്കളുടെ നമുക്ക് വേണ്ടപ്പെട്ട ആ ആളുടെ ജീവൻ അവരുടെ കയ്യിലാണെന്നുള്ള രീതിയിലാണ് അവരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കുന്നത്. അപ്പം ഡോക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് എന്നെ പോലെയുള്ളവർ കാണുന്നത്. ഇതാണ് പറയാനുള്ള മിട്ടുക്കയെ പറ്റി. ഗൈസ്, ഇതാണ് മിട്ടുക്കയുടെ ഉമ്മ. ഇന്നാത്ത മിട്ടുക്ക ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ നമുക്കിത് വലുതായിരുന്നു. മിട്ടുക്ക ഇത്രയും വലിയ ഹോസ്പിറ്റൽ തുടങ്ങിയപ്പം എന്താണ് ഇന്നത്തെ പറയുന്നത്? സന്തോഷം മാത്രം. മിട്ടുക്ക ഈ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇത്രയും എത്തിയില്ല, ഇത്രയും നിലയിൽ MBBS ഒക്കെ പഠിച്ച് കുറെ നാള്. അപ്പം അത് എന്താണ് പറയുന്നത്? സന്തോഷം. സന്തോഷം. ഇന്നത്തെ ഒന്നും പറയാൻ വയ്യ, പറയാനില്ല. മിട്ടുക്ക ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താണ് പറയുന്നത്? നല്ലതാണ്. നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്നെ കിട്ടി. പരിചയപ്പെടുത്താനാ ആരോമൽ. ഓക്കെ അല്ലേ? പട്ടപ്പേര് ഞാൻ പറയില്ല, ആരോമൽ എന്ന. യെസ്, എന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ്, സൈഡ് ആൻഡ് സൈഡ് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ബി സൈഡ് ആയിട്ട് നിന്നത് അല്ല ഇതൊക്കെ മനസ്സിൽ ഉള്ളിൽ നിന്ന് വരുന്ന. യെസ്, അപ്പൊ നമ്മളൊരു പുതിയ സാധനം തുടങ്ങുമ്പോ നമ്മള് ഏറ്റവും ഇവ ഒപ്പിട്ടാലേ ഫ്ലൈറ്റ് പൊങ്ങും. പനിയായിട്ട് വരുന്ന രോഗിയെ പനിയായിട്ട് കണ്ട് പനിയായിട്ട് വരുന്നവരെ പണിയായിരുന്നു. അങ്ങനെ പിന്നെ നീ വരുമ്പോ ഫ്രീ ആണ്. അത്രേ ഉള്ളൂ. നന്നായി പാടാം. സോ ഗൈസ്, നൗഷദ് മാമ എൻ്റെ ഉമ്മാടെയും മിട്ടുക്കാടെയും എല്ലാവരുടെയും മാമാണ്. ഞാനും മാമ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മാമ ഇവിടുത്തെ പള്ളിക്കല് മാമ ഭയങ്കര ഫേമസ് ആണ്. ആര് ചോദിച്ചാലും മാമയുടെ പേര് മാമ മോഹൻലാലിന്റെ അപ്പുറം. അപ്പൊ മിട്ടുക്ക ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയതിന് മാമക്ക് എന്താണ് പറയുന്നത്? അഭിമാനമാണ്. ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് പിന്നെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ്. താങ്ക് യു വെരി മച്ച്. അളാപ്പാക്ക് പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ലോ. ആവശ്യമില്ല. ഈ ഫാർമസിയിലുള്ള സാധനങ്ങൾ, സ്കിൻ കെയർ കെമിക്കൽ, ഞാൻ ഇവിടെ വരുമ്പോ ഫ്രീ ചെക്കപ്പ്. സോപ്പ് കിട്ടും, സ്കിൻ കെയർ ആണ്. പിന്നെ ലൈഫ് ബോയ് പണി
ഫോർ ഡെക്സ DEXA DEXA